തന്നെ ഈ അക്ഷയ സെൻറ്ററുകളെ ഇപ്പോൾ പേടിക്കേണ്ട അവസ്ഥയാണ്. കാരണം അവിടെ നിന്ന് പാൻ കാർഡും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഒക്കെ ലഭിക്കുകയാണ് വ്യാജമായി. പാൻ കാർഡൊക്കെ നമുക്കറിയാം, അതൊക്കെ വളരെ പ്രാധാന്യമുള്ള രേഖകളാണ്. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നാണ് പാൻ കാർഡ്. അപ്പോൾ അതൊക്കെ വ്യാജമായി നൽകുന്നു എന്ന് പറയുന്നത് വളരെയധികം പേടിക്കേണ്ട കാര്യമല്ല. തീർച്ചയായിട്ടും അക്ഷയ കേന്ദ്രങ്ങളിലെ പലപ്പോഴും പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ പല രീതിയിലുള്ള അക്ഷയ കേന്ദ്ര ജീവനക്കാർ സാധാരണക്കാരോടും അവിടെ എത്തുന്ന ആളുകളോടും ഒക്കെ പെരുമാറുന്ന രീതികളൊക്കെ പലപ്പോഴും ചർച്ചകളായിട്ടുണ്ട്. പലപ്പോഴും അത് ആക്ഷേപഹാസ്യ വീഡിയോകളായിട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവരാരും ഇതൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. പക്ഷേ ഏറെ ഗൗരവമുള്ള കാര്യങ്ങൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഭൂമി തരം മാറ്റൽ സർട്ടിഫിക്കറ്റ്, ഈ എന്താ പറയുക പാൻ കാർഡ് അടക്കമുള്ള സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നൽകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അക്ഷയ കേന്ദ്രങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നത്? എല്ലാ അക്ഷയ കേന്ദ്രങ്ങളെ കുറിച്ചല്ല, ഭൂരിഭാഗവും ചിലപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. അതിനിടയിലുള്ള ചില പുഴിക്കുത്തുകളെയാണ് നമ്മൾ തുറന്നു കാട്ടുന്നത് എന്നുള്ളത്. അതായത് ഈ അക്ഷയ സെന്ററുകൾ വഴി നമ്മൾ ഇപ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഒരാൾ വിദേശത്ത് പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് ജോലിക്കൊക്കെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇത് അക്ഷയ കേന്ദ്രം വഴി അപേക്ഷിക്കുമ്പോൾ 15 ദിവസം കഴിഞ്ഞാണ് കിട്ടുന്നത്. ഇത് നേരെ നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, അവിടെ നിന്ന് കമ്മീഷൻ ഓഫീസിലേക്ക് പോകും. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്നൊരു വെരിഫിക്കേഷൻ നടത്തും പോലീസിന്. അത് കഴിഞ്ഞിട്ടാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നേരെ ഈ അക്ഷയ സെന്ററിലേക്ക് അയക്കുന്നത് നമുക്ക് കിട്ടുന്നത്. ഇതാണ് അതിന്റെ ഒരു നടപടി എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ അല്ല, മറ്റാരെങ്കിലും അപേക്ഷിച്ച പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനെ പേരും വിലാസവും ഒക്കെ മാറ്റിയിട്ട് ഇവർക്ക് തന്നെ കൊടുക്കും. പക്ഷെ ബാർകോഡ് മാറ്റാൻ കഴിയില്ല. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, ബാങ്കിൽ ജോലി നേടിയ ഒരു ചെറുപ്പക്കാരൻ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് പൈസ അടച്ച് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു, നേരെ ജോലിയിൽ പ്രവേശിക്കുന്നു. ജോലിയിൽ കയറിയതിന് ശേഷമാണ് ഈ ബാങ്കിലെ മാനേജർ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കും. ബാർകോഡ് അടിക്കുമ്പോൾ നിരന്തരം മറ്റൊരാളുടെ പേരിലും മേൽവിലാസത്തിലുമാണ് ഇത് പോകുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇത് വ്യാജ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണെന്ന്. തുടർന്ന് ഈ ചെറുപ്പക്കാരനെ വിളിക്കുന്നു. ഭാഗ്യത്തിന് ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ അന്ന് വന്ന മെയിൽ ID കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തലനാരിഴയ്ക്ക് ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ അവന്റെ ജോലി പോയേനെ. കാരണം വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനും ക്രിമിനൽ കുറ്റത്തിന് വരെ തുല്യമാണ്. അപ്പോൾ അത്തരത്തിൽ അവൻ പോലീസ് പിടിയിലാകെ ജയിലിലേക്കുള്ള സാധാരണക്കാരാണ് ഇവിടെ പെട്ടുപോകുന്നതെന്നാണ്. അവർക്കിത് അറിയില്ല, അവരിത് വാങ്ങിക്കൊണ്ട് പോകും. ഇത് വ്യാജമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നീറ്റ് പരീക്ഷയ്ക്ക് ഒരു പെൺകുട്ടി ഹാൾ ടിക്കറ്റിന് എടുക്കാനായി പൈസ അടച്ചിട്ട് പോയിട്ട് അവസാനം പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് തീയതി എടുത്തപ്പോഴാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം ഈ അക്ഷയ ജീവനക്കാരെ അറിയുന്നത്. പിന്നീട് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഹോൾ ടിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. അത് പിന്നീട് കൈയോടെ പിടിക്കപ്പെടുന്നത് മാറനെല്ലൂരാണ് നടക്കുന്നത്. മാറനെല്ലൂർ, ഊരൂട്ടമ്പലം, അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അക്ഷയ കേന്ദ്രങ്ങൾ പലതും വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അക്ഷയ സെന്റർ വഴി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകുന്നത് പുതിയ സംഭവമല്ല. ഇത് നേരത്തെയും വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവരെ വീണ്ടും വീണ്ടും ഈ കള്ളത്തരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. വ്യാജ ഹോൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയതിന് നെയ്യാറ്റിൻകരയിൽ അക്ഷയ ജീവനക്കാരി പിടിയിലാകും വരെ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികതയിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരം മാറനെല്ലൂർ സ്വദേശിക്ക് ഊരൂട്ടമ്പൽ അക്ഷയ സെന്ററിൽ നിന്ന് നൽകിയ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും വ്യാജമാണെന്ന് തെളിഞ്ഞു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു ചെറുപ്പക്കാരൻ ബാങ്കിൽ പോയി ജോലിക്ക് പോയതും പിന്നീട് പെട്ട കേസും. ബാങ്കിംഗ് സ്ഥാപനം നടത്തിയ പരിശോധനയിലാണ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തിയത്. സർട്ടിഫിക്കറ്റ് വന്ന ഇമെയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു. അക്ഷയ സെന്ററുകൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് ആദ്യമായല്ല. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട അക്ഷയ സംസ്ഥാന പ്രൊജക്ട് ഓഫീസ് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. പരീക്ഷ കൺട്രോളിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സർക്കുലർ. എന്നാൽ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നെയ്യാറ്റിൻകരയിലെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസ്. അതായത് ഈ അക്ഷയ സംസ്ഥാന പ്രൊജക്ട് ഓഫീസ് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആധികാരികമാണോ എന്ന് നോക്കാൻ. അതിൽ കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വീണ്ടും വീണ്ടും ഇറങ്ങാനുള്ള കാരണം. ജനങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ സൂക്ഷിക്കുന്നതിന് അക്ഷയ സെന്ററുകൾക്ക് മാനദണ്ഡം നിർദ്ദേശിച്ചിട്ടുണ്ട്. പല അക്ഷയ കേന്ദ്രങ്ങളും ആവശ്യം കഴിഞ്ഞാൽ രേഖകൾ കത്തിച്ചു കളയുകയാണ് പലതും. എന്നാൽ മറ്റു ചില അക്ഷയ കേന്ദ്രങ്ങൾ ആളുകളുടെ സ്വകാര്യ ഡേറ്റകൾ ശേഖരിക്കും. എന്നിട്ട് ഇതൊക്കെ വാങ്ങാനായി ഒരു തട്ടിപ്പ് സംഘമുണ്ട്. ഇവർക്ക് ലക്ഷങ്ങൾക്ക് മറച്ചു വെക്കും. ഇവരൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വെച്ച് പാസ്പോർട്ട് ഉണ്ടാക്കുകയോ ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയോ സിം കാർഡുകൾ ഉപയോഗിച്ച്
ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയോ ചെയ്താൽ പെട്ടുപോകുന്നത് ആരാണ്? നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. കാരണം നമ്മൾ ഈ അക്ഷയ സെന്ററുകളെ വിശ്വസിച്ച് അവിടെ കൊണ്ടുപോയി നമ്മുടെ രേഖകൾ കൊടുക്കുന്നു. അത് നമ്മുടെ വീട്ടിലിരിക്കുന്നത് പോലെ അവിടെയും സൂക്ഷ്മതയോടെ ഇരിക്കുമെന്ന് കരുതിയാണ് കൊടുക്കുന്നത്. പക്ഷേ ആവശ്യം കഴിയുമ്പോൾ കത്തിച്ച് കളയുക, ആരുടെയും സ്വകാര്യ ഡേറ്റകൾ സൂക്ഷിക്കരുത് എന്നാണ് അക്ഷയ സെന്ററിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. പക്ഷെ ഇത് പാലിക്കാതെ ഇവർ ഈ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറെ ഗൗരവമായ കാര്യമാണ്. ഇത്തരം സർട്ടിഫിക്കറ്റുകൾ, പാൻ കാർഡ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വളരെ ആധികാരികമായ രേഖകളാണ്. ഇതൊക്കെ വ്യാജമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു ക്രിമിനൽ കേസിലേക്കാണ് എത്തിക്കുക. നമ്മുടെ ഡേറ്റ മറ്റുള്ളവർ കളക്ട് ചെയ്യുക എന്നുള്ളപ്പോൾ നമ്മൾ സ്പ്രിംഗ്ലർ പോലുള്ള അഴിമതി വന്ന സമയത്ത് നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന പറഞ്ഞാൽ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ ആർക്കും അധികാരമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത്തരം സംവിധാനങ്ങളിലൂടെ ഈ അക്ഷയ കേന്ദ്രങ്ങൾ വഴി സ്കാൻ ചെയ്ത് നമ്മുടെ എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിനൊരു മാനദണ്ഡം കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് കൃത്യമായ മാർഗനിർദ്ദേശം സർക്കാർ പുറപ്പെടുവിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. നേരത്തെ ഭൂമി തരംമാറ്റൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട പരാതികൾ വ്യാപകമായപ്പോൾ വിജിലൻസ് പരിശോധന കർശനമാക്കിയിരുന്നു. അക്ഷയ സെന്ററുകൾ അനുവദിക്കുന്നത് മുതൽ പ്രവർത്തിക്കുന്നതിലും ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും വരെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടെങ്കിലും ഒന്നും പാലിക്കപ്പെടുന്നില്ല. എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ ഇങ്ങനെയല്ല. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, എല്ലാവരെയും ഒരുമിച്ച് അടച്ചാക്ഷേപിക്കുന്നതല്ല. ഭൂരിഭാഗം സെന്ററുകളും മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ചില പൊഴിക്കുത്തുകൾ ഇതിൻ്റെ ഇടയ്ക്ക് കാണുമല്ലോ. ഒരു 10 എണ്ണം എടുത്താൽ ഒരു 5 നന്നായിട്ട് പ്രവർത്തിക്കും, 5 പുഴിക്കുത്തുകളായിരിക്കും. ഈ 5 നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത് എന്നുള്ളതാണ്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലയിലാകുന്നതും അഴിക്കുള്ളിലാകുന്നതും സാധാരണക്കാരായിരിക്കും. ഈ നമുക്ക് ചില കോളുകളൊക്കെ വരും, ഈ ജങ്ക് കോളുകൾ, ഈ സ്പാം കോളുകൾ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ നമ്പറൊക്കെ എങ്ങനെയാണ് ഇവന്മാർക്ക് കിട്ടുന്നത്, വിളിച്ചിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്. നമ്മൾ ആർക്കും ഈ നമ്പറുകൾ കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ നമ്മുടെ കോളുകളൊക്കെ ഇവർക്ക് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ സംശയം തോന്നും. അപ്പോഴും നമ്മളൊരു അക്ഷയ സെന്ററുകളെ സംശയിക്കില്ല. അക്ഷയ സെന്ററിൽ എപ്പോഴോ പോയിരുന്നു നമ്മൾ. പക്ഷെ ഈ ഡേറ്റകളൊക്കെ ഇവർ മറ്റുള്ളവർക്ക് കൈമാറുമ്പോൾ നമ്മുടെ സ്വകാര്യത മുഴുവൻ മറ്റുള്ളവർക്ക് പോകാൻ. ഇത് നമ്മുടെ സ്വകാര്യത, ആധാർ കാർഡ് വെച്ച് വേണമെങ്കിൽ ലോൺ എടുക്കാം. നമ്മുടെ ഒരു ആധാർ കാർഡിന്റെ കോപ്പി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു ആധാർ അടിച്ചെടുത്ത് അവർക്ക് ലോൺ എടുത്തുകൂടെ? പാൻ കാർഡ് ഉപയോഗിക്കാം, നമ്മുടെ പാൻ കാർഡ് ഉപയോഗിച്ചെടുക്കാം. പാസ്പോർട്ട് വരെ റിന്യൂ ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു പാസ്പോർട്ടിന് നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ തന്നെ പോകണം. പിന്നെ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലെയുള്ളതിനൊക്കെ നമ്മൾ നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ID കാർഡൊക്കെ കരം അടയ്ക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രേഖകൾ, നമ്മുടെ ഒരു വ്യക്തിയുടെ സ്വകാര്യമായ എല്ലാ രേഖകളും, അവന്റെ സ്വകാര്യ സ്വന്തം എല്ലാ രേഖകളും നമ്മൾ മറ്റൊരാൾക്ക് കൈമാറുകയാണ്. അത് ഏറെ വിശ്വാസത്തോടെയാണ് നമ്മൾ ഈ അക്ഷയ കേന്ദ്രങ്ങളെ കൈമാറുന്നത്. പക്ഷേ ഇവരൊക്കെ പണത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ വിറ്റ് നമ്മുടെ രേഖകൾ വിൽക്കുക എന്ന് പറയുന്നത് നമ്മളെ തന്നെ വിൽക്കുക എന്നത് പോലെയാണ്. അപ്പോൾ ഇത്തരം അക്ഷയ സെന്ററുകൾക്കെതിരെ ഇതിനെയൊക്കെ പൂട്ടിക്കെട്ടുക, അല്ലാതെ ഒരു ജീവനക്കാരിയെ പിടിച്ചെന്ന് പറഞ്ഞോ അവർക്കെതിരെ കുറ്റം ചുമത്തിയെന്നോ പറഞ്ഞോ ഇത്തരം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പോൾ ഇത്തരം അക്ഷയ കേന്ദ്രങ്ങൾ ഇനി ഇതിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഒരു അക്ഷയ കേന്ദ്രവും തുറക്കാൻ കഴിയാത്ത രീതിയിൽ അവർക്കെതിരെ കർശനമായ നിലപാടും നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.